കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യവും ഉപജീവനവുമായി ബന്ധപ്പെട്ട മേഖലയാണ് മത്സ്യമേഖല. മത്സ്യമേഖലയിലെ തൊഴിലാളികളുടെ മക്കൾക്കായിട്ട് കേരള സർക്കാർ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ടെക്നിക്കൽ സ്കൂൾ, അതിൽ ബേപ്പൂരിൽ ഉള്ള ഈ റീജിയണൽ സ്കൂൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കലാപരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ പോകാനിടയായപ്പോഴാണ് അതിവിപുലമായ സൗകര്യങ്ങളുള്ള ഒരു സ്കൂളാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ അവിടെ പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടത്ര ജനങ്ങൾ അറിയാത്തത് കൊണ്ട് കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ വികസന കമ്മിറ്റിയുമെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളിൽ ഒരു ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിപുലമായ ക്യാമ്പയിൻ തീരദേശത്തുകൂടെ മാറാട് മുതൽ ബേപ്പൂർ പുലിമുട്ട് വരെയുള്ള പ്രദേശത്ത് ഒരു വിപുലമായ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. ബഹുമാന്യരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കുട്ടികളെ, രക്ഷിതാക്കൾ, ബേപ്പൂർ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ PTA-യുടെയും സ്കൂൾ വികസന സമിതിയുടെയും ആഭിമുഖ്യത്തിൽ സ്കൂളിൻ്റെ സ്കൂൾ അഡ്മിഷൻ 25-26 അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ അഡ്മിഷൻ പ്രചരണാർത്ഥവും ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ ബോധവൽക്കരണത്തിനുമായി പ്രശസ്ത മാന്ത്രികൻ ശ്രീ പ്രദീപ് ഗുഡിനോയുടെ നേതൃത്വത്തിൽ നയിക്കുന്ന മാന്ത്രിക പ്രചരണ ജാഥയുടെ ആരംഭത്തിനായാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ കേരള സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിധത്തിലെ ഒരു സ്കൂള് മുൻകൂടി ഏറ്റെടുത്തിരിക്കുക. ലഹരി എന്ന ഈ വിധത്തിനെ നമ്മുടെ നാടിൽ നിന്ന് മോചിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ഒരു പദയാത്രയിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ഇത് ലഹരിക്കെതിരെ എല്ലാ സ്കൂളുകളും എല്ലാ ക്യാമ്പയിനും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പിന്നെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും ജനങ്ങളെ റെസിഡൻസിൻ്റെ ഭാഗത്തുനിന്നും എല്ലാ മേഖലയിലും. അതിനായിട്ട് നമ്മളെ ഫിഷറീസ് സ്കൂളിൻ്റെ ബേപ്പൂർ അവരൊരു ലഹരിക്ക് എതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണിത്. നമ്മളെ കുട്ടികളുടെ ലഹരി ഒരു കളിയും അതേപോലെ തന്നെ അക്കാഡമിക് കാര്യങ്ങളും പഠിപ്പും ആവണമെന്നുള്ള ഒരു പൂർണ്ണ നമ്മൾ സഹായം കൂടിയാണിത്. എന്ത് വന്നാലും നമ്മളെ കുട്ടികളെ പ്രിയപ്പെട്ട പ്രധാന അധ്യാപിക, ഈ പ്രചരണ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന CI ദിനേശ് കുമാർ, അതുപോലെ തന്നെ മറ്റു ഒരു സന്തോഷകരമായ നിമിഷമാണ്. കേരളം മൊട്ടാകെ നമ്മുടെ സമൂഹം മൊത്തം നമ്മുടെ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. അതിൽ പങ്കുവഹിക്കാൻ ഈ പ്രദേശത്തെ ആളുകൾക്കും അതുപോലെ തന്നെ കൃഷി സ്കൂളിനും കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ വർഷത്തെ പ്രവേശനോത്സവത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രശസ്ത മാന്ത്രികൻ ഒരു പ്രദീപ് ഗുഡിനോ ഒരു ഉറപ്പ് നൽകിയിരുന്നു. ഈ വിദ്യാലയത്തിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്നാൽ എത്തിയിരുന്നത് സാറിന് മക്കളുടെ ഡ്യൂട്ടി പിന്നെ കോടതി പോകാനോട്ട് പോയതാണ്. എനിക്ക് പ്രദീപേട്ടനെ ആദ്യം ചെറുപ്പത്തിൽ അറിയാവുന്ന ആളാണ്. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ പരിപാടിയായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. ഫിഷറീസ് വകുപ്പ് സ്കൂൾ നമ്മുടെ ബേപ്പൂർ മാത്രമാണ് കുട്ടികളില്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. പുതിയപ്പ കുട്ടികൾ ധാരാളമായിട്ടുണ്ട്. പല ആനുകൂല്യങ്ങളും സർക്കാർ തലത്തിൽ കിട്ടുന്നതായിട്ട് ആൾക്കാർ ഇതിലേക്ക് വരാത്തത് എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. കുട്ടികൾക്ക് താമസ സൗകര്യം ഇവിടുന്ന് പറഞ്ഞ മാതിരി ഞാൻ ഹൈസ്കൂളിലിരുന്ന് ബോർഡ് കണ്ടിരുന്നു. എയറോപ്ലെയിനിൽ കുട്ടികൾ പോകുന്നു യാത്ര. അപ്പോൾ നമ്മൾക്കൊന്നും പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് പോകാൻ കഴിയുന്നില്ല. എന്നിട്ടും ഇത്ര സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കുട്ടികൾ ഇതിലേക്ക് വരുന്നില്ല എന്നതാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾ ഈ ക്ലാസ്സുകളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ലഹരി വിരുദ്ധ
ക്യാമ്പയിന് വേണ്ടിയിട്ടാണ് പ്രതിവട്ടം ഈ യാത്ര നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പത്രത്തിലും മൊത്തത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ലഹരിക്കെതിരെയുള്ള നടപടികൾ. റെസിഡൻറ്റ് കുട്ടികളുടെ ഭാഗത്തുനിന്നും എല്ലാ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും നല്ല സ്വീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഈ മാസം മുഴുവൻ നാർക്കോട്ടിക് ഡ്രഗ്സിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. കൂടുതലായിട്ട് എല്ലാവിധ ഈ യാത്രയ്ക്ക് പോലീസിൻ്റെയും എല്ലാവരുടെയും ആശംസകൾ നേർന്നുകൊണ്ട് 2025-26 ലഹരി വിമുക്ത ബോധവൽക്കരണവും 8, 9, 10 ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ക്യാമ്പയിനും ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കൂടെ എത്തിയിരിക്കുന്ന പ്രശസ്ത മാന്ത്രികൻ പ്രദീപ് പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കൗൺസിലർ സുരേഷ് ചേട്ടൻ, മറ്റു കൗൺസിലർമാർ, ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള മാറാട് SA, നമ്മുടെ സ്കൂളിലെ HM, മറ്റു അധ്യാപകർ, അനധ്യാപകർ, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ, മറ്റ് സ്റ്റാഫുകൾ, പ്രിയപ്പെട്ട കുട്ടികൾ, എല്ലാവർക്കും, മാധ്യമപ്രവർത്തകർ, നാട്ടുകാർ എല്ലാവർക്കും എൻ്റെ പേരിലും PTA പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഉണ്ടാക്കിയിരിക്കുന്ന ബോളാണ്. ഈ ബോൾ കൊണ്ട് കണ്ണ് മുഴുവനായിട്ട് മറയ്ക്കും. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട്, അതായത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയും മുകളിലൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് സൈഡിലൂടെ ഒന്നും കാഴ്ചയില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അത് ഡോക്ടർ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം 2 വളരെ വലിയ മെറ്റൽ കോയിൻ, ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് ഇറക്കിയ കോയിനാണ്, ഇപ്പം അവൈലബിൾ അല്ല. അപ്പോൾ ഇത് 2 കണ്ണിൻ്റെ നേരെ മുന്നിലായിട്ട് ഈ 2 സാധനം പതിച്ചു. അപ്പോൾ മൈദ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇത് കൃത്യമായിട്ട്. അതിനുശേഷം ഒരു കർച്ചീഫ് കൊണ്ട് മടക്കിയിട്ട് ടോട്ടലായിട്ട് കെട്ടും. ശേഷം മറ്റൊരു ബ്ലാക്ക് ക്ലോത്ത് കൊണ്ട് അതിൻ്റെ മുകളിലും കെട്ടും. അതിനുശേഷം ഒരു ബാഗ്, ഈ ബാഗ് ഇതിനെല്ലാം മുകളിലിട്ടതിന് ശേഷം പിന്നെ പോലീസൊക്കെ ഉള്ള പരിപാടി ആയതുകൊണ്ട് ഹെൽമെറ്റ് കൂടി ആകാമെന്ന് വെച്ച് സാധാരണഗതിയിൽ ഹെൽമെറ്റ് ഉപയോഗിക്കാറില്ല. അപ്പോൾ പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഹെൽമെറ്റ് ഇടാതെ നടക്കുന്നത് ഒരു ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഡോക്ടർ ഇതൊന്ന് ഒന്ന് തലയിലിട്ടു കാണാമോ? കാണുന്നുണ്ടോ? അപ്പോൾ ഡോക്ടർ അനിതയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ പരിപാടിക്ക് വേണ്ടിയിട്ട്, ഇതൊക്കെ പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതൊന്ന് കടന്നു പോകാനുള്ള ട്രാഫിക്കിൻ്റെ ഒരു വിഷയത്തിലൊന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. ഇനി ആ കോയിൻ വാങ്ങിയിട്ട് ഒന്ന് ആ കണ്ണിൻ്റെ നേരെ മുന്നിലായിട്ട്, ഓക്കെ, കണ്ണിൻ്റെ നേരെ മുന്നിലായിട്ട് പ്രസ് ചെയ്യുക, നന്നായിട്ട് പ്രസ് ചെയ്യുക. ഓക്കെ. ഇനി രണ്ടാമത്തെ കോയിൻ. ഓക്കെ കാണാമല്ലോ കൃത്യമായിട്ട്. ഓക്കെ. ഇനി ആ വൈറ്റ് കർച്ചീഫ് ഒരു മീഡിയം ടൈറ്റിൽ 2 കെട്ട്, ഒരു കെട്ടും കൂടി കയ്യെടുത്തോട് വഴി ബോധീശ്വരം ടൈറ്റ് ചെയ്തോളൂ. കഴിഞ്ഞാൽ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകും. വലിയ വാഹനങ്ങൾ നേരെ വന്ന് പുളിമൂട്ടിലേക്ക് എത്തണമെന്ന് അറിയിക്കുന്നു. പ്രചരണ വണ്ടി മാത്രമാണ് പടിഞ്ഞാറ് ഭാഗത്തൂടെ പോകുന്നത്. ഈ ഇരുചക്ര വാഹനങ്ങൾ നമ്മുടെ ഈ റാലിയുടെ തൊട്ടുപിറകിലായി ബേപ്പൂർ അങ്ങാടി വരെ അനുഗമിക്കണമെന്ന് അറിയിക്കുന്നു. ഓക്കെ. ഒരു കെട്ടും കൂടി കെട്ടി. നമ്മുടെ ഇരുചക്ര വാഹനങ്ങൾ, അതിനുശേഷം വലിയ വാഹനങ്ങളും ഈ ജാഥയ്ക്ക് പിന്നിലായി കടന്നു പോകും.
പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ പരിപാടിയുമായി ആദ്യം സമീപിച്ചത് നമ്മുടെ പ്രദേശമായ മാറാട് സ്റ്റേഷനിലെ CA ഇത് നമ്മൾ സമീപിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം അനുഭവപൂർവ്വം നമ്മുടെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനും അഡ്മിഷൻ വർദ്ധിപ്പിക്കുന്നതിന്റെ കാര്യങ്ങൾ നഗരാത്തിൽ സുധർണ ചെയർപേഴ്സൺ കൃഷ്ണകുമാരിയാണ് ഈ പരിപാടിയുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ബേപ്പൂർ അങ്ങാടിയിലേക്ക് സാക്ഷ്യം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ ഒരുപാട് ആളുകൾ എല്ലാവിധ സഹായങ്ങളും നൽകിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും പ്രത്യേകം പിന്നാലെ കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. തിരുവനന്തപുരം വരെ കണ്ണും മൂടിക്കെട്ടി മോട്ടോർ ബൈക്ക് ഓടിച്ച് യൂണിവേഴ്സിറ്റി റിക്കോർഡ് സ്ഥാനം നേടിയ പ്രശസ്ത മാന്ത്രികൻ പ്രഭുഹിരിയെ നയിക്കുന്ന മാന്ത്രിക പ്രചരണ ജാഥ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ഉണ്ടല്ലോ.
എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരിവിമുക്ത ബോധവൽക്കരണവും 8 സ്കൂളിലേക്ക് അഡ്മിഷൻ ക്യാമ്പയിനും പ്രശസ്ത മാതൃകൻ ശ്രീ പ്രതിനിധിയെ നടത്തുന്ന കണ്ണുവെട്ടുയാത്ര മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്ക് വിപുലമായ പഠന സൗകര്യങ്ങൾ ഒരുക്കുന്ന കണ്ണിന് ശരിയാൽ മനസ്സുള്ള പദ്ധതികൾ മരണം വരെ സംഭവിക്കാവുന്ന ഇരുചക്രവാഹനത്തിൽ തന്റെ ഇരു കണ്ണുകളിൽ ഓടിപ്പിടിക്കുക. കടന്നു വരുന്ന ആശീർവദിക്കുക. നടത്തുന്ന കണ്ണുകെട്ടി യാത്ര ഇതാ ഈ വാഹനത്തിന് വെട്ടുക. ശ്രീ പ്രദീപ് ഹുഡിയിലെ നയിക്കുന്ന ആന്തരിക പ്രതിരോധ ഇതാ ഈ വാഹനത്തിന് വെട്ടു പിന്നാലെ കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരിവിമുക്ത ബോധവൽക്കരണവും 8 ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ക്യാമ്പയിനും പ്രശസ്ത മാതൃകൻ ശ്രീ മാതൃക പ്രചരണ ഇതാ ഈ വാഹനത്തിൽ കൊണ്ടുവന്നാല് ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ക്യാമ്പയിനും പ്രശസ്ത മാതൃകൻ ശ്രീ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. കോഴിക്കോട് 8 ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ക്യാമ്പയിനും പ്രശസ്ത വാഹനത്തിന് വെട്ടുപിന്നാലെ കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. കോഴിക്കോട് പ്രശസ്ത മാതൃകൻ ശ്രീ പ്രതിനിധിയെ നയിക്കുന്ന മാന്ത്രിക പ്രചരണ ജാഥ ഇതാ ഈ വാഹനത്തിന് വെട്ടുപിന്നാലെ കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ജനങ്ങളുടെ കണ്ണുകുറിപ്പിക്കാൻ പ്രശസ്ത മാന്ത്രികൻ പ്രതിനിധിയെ നടത്തുന്ന കണ്ണുകെട്ടി യാത്ര ഇതാ ഈ വാഹനത്തിന് വെട്ടുപിന്നാലെ കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ഇരുചക്ര വാഹനത്തിൽ തന്റെ ഇരു കണ്ണുകളും ഓടിക്കുന്ന മാന്ത്രിക പ്രചരണ ഇതാ ഈ വാഹനത്തിന് വെട്ടുപിന്നാലെ കടന്നു വരുന്നു. സംഘടിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് PTA, SDC, MPTA എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിമുക്ത ബോധവൽക്കരണവും 8 ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ക്യാമ്പയിനും പ്രശസ്ത മാതൃകൻ ശ്രീ പ്രതിനിധിയെ വാഹനത്തിന് വെട്ടുപിന്നാലെ ആയിരങ്ങളെ അഭിവാദികൾ അർപ്പിച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്നു. ലഹരി വിമുക്ത ബോധവൽക്കരണവും 8 ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ക്യാമ്പയിനും പ്രശസ്ത മജീഷ്യൻ ശ്രീ പ്രതിനിധിയെ നയിക്കും മാന്ത്രിക പ്രചരണ ഇതാ ഈ വാഹനത്തിന് വെട്ടുപിന്നാലെ കടന്നു വരുന്നു. അഡ്മിഷൻ ക്യാമ്പയിനും പ്രശസ്ത മാതൃകൻ ശ്രീ പ്രതിനിധിയെ നയിക്കുന്ന മാന്ത്രിക പ്രചരണ ഇതാ ഈ വാഹനത്തിന് വെട്ടുപിന്നാലെ കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. സ്കൂളിലെ അഡ്മിഷൻ ക്യാമ്പയിന് കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. കണ്ണെന്ന് ചിന്തിക്കുക. മനസ്സിന് പതിരിയാൽ മരണം വരെ സംഭവിക്കാവുന്ന സംഘടിപ്പിക്കുന്ന ലഹരി വിമുക്ത ബോധവൽക്കരണം 8 ക്ലാസുകളിലേക്ക് PTA, SDC പിന്നാലെ ആയിരങ്ങളുടെ ആശീർവാദാലെ ആയിരങ്ങൾ അഭിവാദികൾ ചെയ്തുകൊണ്ട് കടന്നു വരുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിമുക്ത ബോധവൽക്കരണം 8 ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ക്യാമ്പയിൻ പ്രശസ്ത മജീഷ്യൻ ശ്രീ പ്രദീപ് ഹുഡിയിലെ നയിക്കുന്ന മാന്ത്രിക പ്രചരണ ഇതാ ഈ വാഹനത്തിന് വെട്ടുപിന്നാലെ കടന്നു വരുന്നു. മാറോടുന്ന
ബഹുമാനപ്പെട്ട കൗൺസിലർ കൊല്ലത്ത് സുരേഷിന് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട ഫിഷറീസിന്റെ ജോയിന്റ് ഡയറക്ടർ അതുപോലെ തന്നെ മാറാട് SI ഫ്ലാഗ് ഓഫ് ചെയ്ത പ്രസിഡന്റാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. ബേപ്പൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ, ഫിഷറീസിന്റെ DD അനീസ് സാർ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ, കലാ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ കണ്ണ് ഇവിടെ അയക്കുകയാണ്. കൃത്യം 3:30 നാം അവിടെ നിന്ന് പുറപ്പെട്ട് മാറാടിന്റെ പ്രദേശത്തോട് കല്ലിങ്കൽ ഗോപീശ്വരം കയ്യെടുത്തോട് വഴി പൂണാറോപ്പ് പുളിമൂട്ട് വഴി ബേപ്പൂരങ്ങാടിയിലേക്ക് ആയിരക്കണക്കിന് ആളുകളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഫിഷറീസ് സ്കൂൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ലഹരി ബോധവൽക്കരണവും ഫിഷറീസ് സ്കൂളിന്റെ 8, 9, 10 ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ക്യാമ്പയിന്റെ പരിപാടി ബേപ്പൂരങ്ങാടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് കണ്ണുകൾ അയച്ചു മാറ്റുന്നതിന് വേണ്ടി ബേപ്പൂർ സ്റ്റേഷനിലെ SI ഉൾപ്പെടെയുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനെയും കലാരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ എല്ലാ പ്രമുഖരും ബേപ്പൂരങ്ങാടിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ പരിപാടിയുടെ സമാപന ചടങ്ങുകൂടെ നടക്കാൻ പോവുകയാണ്.
പ്രതിജ്ഞ. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റെതായ കടമ നിറവേറ്റുമെന്നും ഞാൻ വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. ഇനി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക്, സമാപന ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലഹരി വിരുദ്ധ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കുമെന്ന് കോഴിക്കോട് കോർപ്പറേഷന്റെ തിരക്കുള്ള നഗരാസൂത്രണ ചെയർപേഴ്സണായിട്ടുള്ള നമ്മുടെ സഭയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള 50-ാം ഡിവിഷൻ തെരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണകുമാരി മാഡത്തെ സമീപിച്ചപ്പോൾ ഒരു മണിയും കൂടാതെ എന്ത് തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് അദ്ദേഹം കൃഷ്ണകുമാരി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ മുഖ്യ അതിഥികളായിട്ട് എത്തുന്നത് ഒന്ന് കോഴിക്കോട് ജില്ലയിലെ ഫിഷറീസിന്റെ DD അനീസാറാണ്. അനീസാറിനെ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബേപ്പൂരിലെ CA ആയിട്ടുള്ള ദിനേശ് കോടത്ത് സാറിന് ഞങ്ങൾ ഈ പരിപാടി സമീപിച്ചപ്പോൾ എല്ലാവിധ സഹായങ്ങളും ബേപ്പൂർ പോലീസ് സ്റ്റേഷന്റെ ഈ പരിപാടിക്ക് നമുക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രി ഇന്ന് നമ്മുടെ ജില്ലക്കകത്തുള്ളതുകൊണ്ട് ആ പരിപാടിക്കകത്തേക്ക് അദ്ദേഹത്തിന് പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റേഷനിലെ SI ആയിട്ടുള്ള സതീഷ് കുമാർ സാറിനോടുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആശംസ അർപ്പിച്ചിവിടെ സംസാരിക്കുന്നത് സ്കൂൾ വികസന സമിതിയുടെ അംഗം നമുക്കെല്ലാം പ്രിയപ്പെട്ട KP ഹുസൈൻകയുണ്ട്. ഹുസൈൻകയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ഞങ്ങളെ സഹായിച്ച് വികസന സമിതിയുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ കർസാലി പ്രേമൻ അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രതികരിച്ച് ആ സമയത്ത് അദ്ദേഹം ഒരു മണിയും കൂടാതെ സ്കൂളിൽ വരികയും അവിടെ നമ്മളെ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ് 2025 മാർച്ച് മാസത്തിൽ നമ്മളൊരു പരിപാടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യാം. യാതൊരുവിധ ഇനിംപ്രഷനും വരാതെ ഞങ്ങളെ വിദ്യാലയം എന്ന് പറഞ്ഞ സമയത്ത് വളരെ ആവേശത്തോടുകൂടി ഏറ്റെടുത്ത നമുക്കെല്ലാം പ്രിയപ്പെട്ട ബഷീർ പ്രദീപത്തിനെ ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കൂടിയിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ കടലോടിയും ഉൾപ്പെടെ ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ പത്രക്കാരും ഞങ്ങൾ ഈ ഫറത്തിൽ വെച്ച് നല്ല പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞങ്ങളെ സഹായിച്ച എല്ലാവരെയും പോലീസ് ഡിപ്പാർട്ട്മെന്റ്, മാധ്യമ സുഹൃത്തുക്കൾ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമുക്ക് അവരാണ് എല്ലാം. അവരുണ്ടെങ്കിലേ നമ്മുടെ വിദ്യാലയമുള്ളൂ. അതേപോലെ തന്നെ എല്ലാത്തിനും ഉള്ള അധ്യാപകർ, അവരെല്ലാവരെയും ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് സ്വപ്ന ഉൾപ്പെടെയുള്ള HM എവന ടീച്ചർ, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവരും നമ്മളെ സഹകരിച്ച എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി 48-ാം ഡിവിഷൻ കൗൺസിലർ T. രജനിയോട് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ എല്ലാ വിദ്യാഭ്യാസ മേഖലയും ഇപ്പം ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, നമ്മളെ ഈ ബേപ്പൂർ എടുത്തുണ്ടെങ്കിൽ തന്നെ എല്ലാ വിദ്യാഭ്യാസവും അതേപോലെ തന്നെയാണ് നമ്മളെ ഈ ഫിഷറീസ് സ്കൂൾ. എല്ലാ കുട്ടികൾക്കും എല്ലാ കാര്യങ്ങളും സൗജന്യമായി സർക്കാർ നൽകുന്നുണ്ട്. പക്ഷേ അവിടേക്ക് കുട്ടികളെ എത്തിപ്പെടാനുള്ളൊരു അസൗകര്യം കാരണമായിരിക്കണം നമുക്കവിടെ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പം ബേപ്പൂർ സ്കൂൾ നോക്കുമ്പോൾ എല്ലാ സ്കൂളും മാറ്റം കൊണ്ട് തന്നെ നമുക്ക് കാണാൻ തന്നെ അറിയാം. പഴയ പോലെയല്ല, ഇപ്പം നല്ല മാറ്റങ്ങളാണ് എല്ലാ വിദ്യാലയ സ്ഥാപനങ്ങളും. നമുക്കിപ്പോൾ ഇവിടെ നമ്മളെ ഫുഡിനും ഉണ്ട്. അതേപോലെ തന്നെ വൈകിട്ട് ഒരു 3 മണി മുതൽ ഇവരെല്ലാവരും ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ അവിടെ കൊണ്ട് ചേർത്താനും നമ്മളെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം.
തന്നെ ഫിഷറീസുമായിട്ടുള്ള ഒരുപാട് നമ്മളെ ഈ പ്രദേശത്തുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാവരും നമ്മളെ സ്കൂളിൽ കുട്ടികളെ ചേർക്കാനും നമ്മളെ പിന്നെ നമ്മുടെ ഈ ഇന്നത്തെ ഈ ലഹരി അത് നിർത്തലാക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണം. നമുക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സ്നേഹിയാണ് നമ്മുടെ ടൗൺ പ്ലാനിംഗ് ചെയർമാൻ. അവരെ ഈ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീ ദിനേശ് കോറോത്ത്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ അനീഷ് പി, നമ്മുടെ ഈ സ്കൂളിൻ്റെ എക്സം, കൂടാതെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളിന്നിവിടെ വലിയൊരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. 3:30 മണി മുതൽ നമ്മുടെ ഈ തീരദേശത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് നമ്മുടെ എത്രയും പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, നമ്മുടെ അഭിമാനമായ ശ്രീ മജീഷ്യൻ്റെ പ്രകടനത്തോടു കൂടിയ ഘോഷയാത്ര തുടങ്ങി നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള 2 സന്ദേശങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ലഹരി വിമുക്തമായ നമ്മുടെ ഒരു സംസ്ഥാനം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം. പ്രത്യേകിച്ച് കുട്ടികൾ അല്ലാതെയുള്ള എല്ലാ തലങ്ങളിലും ഭീകരമായ രീതിയിൽ നമ്മളെ ഞെട്ടിത്തെരിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ കാണുന്ന ഈ ലഹരി കൊണ്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധം, അതിനെ തടയുക എന്നുള്ളത്. രണ്ടാമത്തേത് നമ്മുടെ നല്ലൊരു സ്കൂൾ, നല്ല ബിൽഡിംഗ്, നല്ല ഹോള്, എല്ലാ സംവിധാനമുള്ള നമ്മുടെ ഫിഷറീസ് സ്കൂള് VSSS ബേപ്പൂർ. അവിടെ ഉള്ള ആ സ്കൂളിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ അത്രയും അഭിമാനത്തോടു കൂടി നോക്കും. പക്ഷേ അവിടെ വിദ്യാർത്ഥികൾ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ആ സ്കൂളിലേക്ക് കൃത്യമായി വിദ്യാർത്ഥികൾ എത്തേണ്ടതുണ്ട്. ഈ അക്കാദമിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഫിഷറീസ് മേഖലയിൽ തന്നെ ധാരാളം തൊഴിലവസരങ്ങളും ധാരാളം ഗവേഷണ അവസരങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ്. നമ്മൾ വെറും മത്സ്യം പിടിക്കാൻ അല്ലെങ്കിൽ നമുക്കെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത മത്സ്യവിഭവങ്ങൾ പ്രദാനം ചെയ്യൽ മാത്രമല്ല, അലങ്കാര മത്സ്യകൃഷി മുതൽ സമുദ്ര മത്സ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഗവേഷണം മുതൽ അതിൻ്റെ തുടർന്ന് അങ്ങോട്ട് ഇപ്പോൾ വരുന്ന കാലാവസ്ഥാ വ്യതിയാനം വഴി വരുന്ന കാര്യങ്ങൾ, സമുദ്രത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ച ഗവേഷണം വരെ നടത്തുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഫിഷറീസ് DD സംസാരിക്കുമ്പോൾ പറയും. അപ്പോൾ അത്രയും നമ്മുടെ മേഖല, സാങ്കേതിക മേഖല വളരെ ഉയർന്ന സമയം, നമ്മുടെ വിദ്യാഭ്യാസ മേഖല വളരെ ഉയർന്ന സമയം. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാൻ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സാധിക്കണം. അല്ലാത്തവരും ആ മേഖലയിലേക്ക് വരണം. പക്ഷേ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അവരുടെ ഈ ഒരു വിഭാഗത്തിൻ്റെ മക്കളെ നിർബന്ധമായിട്ട് നമുക്ക് ഏറ്റവും ഉയർന്ന അക്കാദമിക് ലെവലിലേക്ക് കൊണ്ടുവരണം. നമുക്കൊക്കെ അറിയാം, നമ്മുടെ 2018 നമ്മളെ ഞെട്ടിച്ച പ്രളയം, അതുപോലെയുള്ള വെള്ളപ്പൊക്കം, ഇവിടെയൊക്കെ നമുക്ക് സഹായികളായിട്ട് അല്ലെങ്കിൽ മനുഷ്യ ജീവൻ രക്ഷിക്കാൻ കേരളം മൊത്തം സ്ഥലകാല ഭേദമില്ലാതെ, കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ, ജാതി മത ഭേദമില്ലാതെ എത്തിപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളാണ് നമുക്കുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു സ്കില്ലുണ്ട്. ആ ലെവലിലും സാഹസിക രീതിയിലുള്ള മറ്റ് കോഴ്സുകളൊക്കെ നമുക്കുണ്ട്. അതുകൂടാതെ അല്ലാത്ത അക്കാദമിക നിലവാരത്തിലേക്കും നമ്മുടെ മക്കളെ നമുക്ക് ഉയർത്തേണ്ടതുണ്ട്. ആ ലെവലിലേക്ക് ധാരാളം ഗവേഷണ വിദ്യാർത്ഥികൾ എത്തേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലും. അതേസമയം കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ധാരാളം പഠിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ മക്കൾ ശരിക്കും ഭാഗ്യവാന്മാരാണ് അത് സംബന്ധിച്ച് പറയുമ്പോൾ. അതെല്ലാം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യണം. അതിലേക്ക് നമ്മുടെ കുട്ടികളെ നയിക്കാൻ, നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രിയപ്പെട്ട മക്കളെ നയിക്കാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കണം. ആ സമൂഹം ഇതിലേക്ക് ഉൾച്ചേരണം എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോധവൽക്കരണമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ഇതിൻ്റെ പിന്നിലെ മുഴുവൻ പ്രവർത്തകരെയും അങ്ങേയറ്റം ബഹുമാനിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് മുസ്തഫയുടെ നേതൃത്വത്തിൽ ഇതിനെ സംഘടിപ്പിക്കാനുള്ള ഒരു നല്ലൊരു സംഘാടനം കൂടിയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് മയക്കുമരുന്ന്, അത് നമ്മൾ കണ്ടും പറഞ്ഞും കേട്ടും ഇപ്പോൾ CI നമ്മുടെ കൂടെ ഉണ്ട്. അവർക്കൊക്കെ ദിവസം പ്രതി ഉണ്ടാവുന്ന അനുഭവങ്ങളും വിവരങ്ങളും ഒക്കെ ഇനി ഞെട്ടാൻ ബാക്കിയില്ല. നമ്മൾ ആ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് നിന്നും പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹം ഇറങ്ങി തിരിച്ചാൽ. ഇപ്പോൾ നിങ്ങൾക്കൊരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. കോവൂര് നൈറ്റ് ലൈഫ് എന്നുള്ളൊരു സംഗതിയിൽ കുറേ കച്ചവടങ്ങൾ തുടങ്ങിയിട്ട് അവിടെ ഭക്ഷണവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ. നമ്മളൊക്കെ വീട്ടിൽ ഒരുപക്ഷെ ദോശമാവ് ഉണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് പുറത്ത് പോയിട്ട് ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മളാരും കോർപ്പറേഷനൊന്നും അത് തടഞ്ഞില്ല. കോവൂരുള്ള 10 മണി കഴിഞ്ഞു, 11 മണി കഴിഞ്ഞു, 12 മണി കഴിഞ്ഞു. പക്ഷേ നൈറ്റ് ലൈഫ് അല്ലേ, എല്ലായിടത്തും നൈറ്റ് ലൈഫ് ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതിൽ നമ്മൾ കോർപ്പറേഷൻ വല്ലാതെ ഇടപെട്ടില്ല. പക്ഷേ
അവിടെ എന്താണ് സംഗതികളൊക്കെ മാറി, അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാറിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ അങ്ങോട്ട് ഇടപെട്ടു. അതോടുകൂടി എന്തായി, നൈറ്റ് ലൈഫും വിട്ട് അത്തരത്തിൽ വന്ന സാമൂഹ്യ ദ്രോഹികളൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സമൂഹത്തിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ മക്കളെ, നമ്മുടെ ചെറുപ്പക്കാരെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ അവരെ തടയിടാൻ, അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ പിന്നിലുള്ള ലോബിയെക്കുറിച്ച്, അതിൻ്റെ പിന്നിൽ പണം കൊയ്യുന്നവരെ കുറിച്ച് ബോധവാന്മാരാക്കാൻ അവരെയാണ് നമ്മൾ പിടിക്കേണ്ടത്. അല്ലാണ്ട് ആ കുട്ടി അങ്ങനെ, ഈ കുട്ടി ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവനെ അതിലേക്ക് നയിച്ചവരെ കൂട്ടാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സമൂഹം ചേർന്ന് ചെയ്യണം. അതിൻ്റെ ഒരു പ്രതീകം കൂടി, അതിൻ്റെ ഒരു ചെറിയൊരു നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. അതിന് ഞാൻ പ്രത്യേകം ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം മനസ്സോട് ചേർത്ത് പിടിച്ച ഈ ഒരു പ്രോഗ്രാം ഒരു സമൂഹത്തെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷിക്കുന്നതിനും കൂടാതെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസത്തിലേക്കും അവരുടെ അക്കാദമിക നിലവാരത്തിലേക്കും അവർക്ക് എന്ത് കഴിവുകളുണ്ടോ അതൊക്കെ പ്രോത്സാഹിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ട്, നമ്മുടെ പാഠ്യപദ്ധതിയിലുണ്ട്. അങ്ങനെയുള്ളതാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ പാഠ്യപദ്ധതികൾ. ആ പാഠ്യപദ്ധതികളെ ഒക്കെ കിട്ടണമെങ്കിൽ അവർ സ്കൂളിലേക്കൊന്ന് എത്തണം. ഇത്രയും സൗകര്യമുള്ള പല സ്കൂളുകളും പ്രയാസപ്പെടുമ്പോൾ നമ്മുടെ സർക്കാർ സ്കൂളുകളൊക്കെ ഇപ്പോൾ ശരിക്കും ഫിഷറി സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലൊക്കെ ചെന്നപ്പോൾ അവരുടെ ഭാവി നല്ല ഗവേഷകരായിട്ടും നല്ല ഉദ്യോഗസ്ഥരായിട്ടും നല്ല മനുഷ്യസ്നേഹികളായിട്ടും, നേരത്തെ പറഞ്ഞ പോലെ പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അന്തിച്ചു നിൽക്കുമ്പോൾ നമുക്ക് കടലും വെള്ളമൊക്കെ പേടിയാണ്. പക്ഷെ അതിലേക്ക് ഒരു ഒട്ടും ധൈര്യക്കുറവില്ലാണ്ട്, മുൻപിൻ വിചാരമില്ലാണ്ട് വന്ന് നമ്മളെ രക്ഷിക്കുന്ന അവരെ ചേർത്ത് നമ്മൾ പിടിക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മൾ 47-ാം ഡിവിഷൻ കോൺഫറൻസ് നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച എൻ്റെ സഹകൗൺസിലറും ടൗൺ പ്ലാനിംഗ് ചെയർപേഴ്സണുമായിട്ടുള്ള സ്കൂളിൻ്റെ ഏറ്റവും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ഇവിടെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നാട്ടുകാരെ, കൃത്യമായി ഉദ്ഘാടന പ്രസംഗത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ നല്ല രീതിയിലേക്ക് നമ്മളെ കുട്ടികളെ നയിക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് ഫിഷറീസ് സ്കൂൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ലഹരി ഇന്ന് കേരളം മുഴുവനും നമ്മളുടെ അതേപോലെ എല്ലാവരും വളരെ ഭയത്തോടു കൂടി നോക്കിക്കാണുന്ന നമ്മളുടെ ലഹരിയുടെ വളർച്ച കുട്ടികളിലും അതേപോലെ ചെറുപ്പക്കാരികളിലും ആണുങ്ങൾ മാത്രം പറയുന്നില്ല, എല്ലാവർക്കും അതൊരു താക്കീതും കൂടി ആവട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് നല്ല രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള ഇതിന്നൊരു മോചനം നമ്മളുടെ രക്ഷിതാക്കൾക്കും വേണം. കുട്ടികളുടെ പറ്റിയിട്ടുള്ള ശ്രദ്ധ രക്ഷിതാക്കൾക്ക് എന്ന് പറയുമ്പോൾ കൂടുതൽ അമ്മമാർക്ക്, അങ്ങനെ അമ്മമാർ നല്ല രീതിയിലേക്ക് ശ്രദ്ധിച്ച് നമ്മളെ കുട്ടികളെ നല്ല രീതിയിലേക്ക് വളർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ നമ്മളുടെ കുട്ടികളെ ഒന്നും കൂടി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഫിഷറീസ് സ്കൂളിലേക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയിട്ട് നിങ്ങൾ ആ പ്ലേ കാർഡുകളൊക്കെ നോക്കുക. സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് ഈ വർഷം മുതൽ ലിറ്ററസി സെൻറ്റർ കിട്ടിക്കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നമ്മളെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഫ്ലൈറ്റ് യാത്ര, അങ്ങനെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും, അതേപോലെ ഭക്ഷണം, വസ്ത്രം, അങ്ങനെയുള്ളതെല്ലാം പുസ്തകങ്ങളും എല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ എല്ലാ രീതിയിലും നല്ല ടീച്ചേഴ്സ് ഉണ്ട്. അപ്പം കുട്ടികളെ കൂടുതൽ ആ സ്കൂളിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നമ്മുടെ സ്കൂളിനെ, നമ്മുടെ നാട്ടിലുള്ള ഫിഷറീസ് സ്കൂളിനെ നല്ല രീതിയിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവരും ആശംസകളും നടന്നുകൊണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ യോഗാധ്യക്ഷ രജനി പറഞ്ഞു, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കെ കൃഷ്ണകുമാരി അവരുടെ ക്ലാസ് ഭരണ ചെയർപേഴ്സൺ, നമുക്ക് ഇവിടെ സന്നിഹിതരായിട്ടുള്ള രജനി മാഡം, അതോടൊപ്പം ഇവിടെ ബേപ്പൂർ പോലീസ്, ഇതിൻ്റെ സാധ്യതകളെ കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞു. പിന്നെ എനിക്ക് പറയാനിപ്പോൾ ബാക്കിയൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളെ ഈ ഭക്ഷ്യസുരക്ഷ അതുപോലെ പോഷക സുരക്ഷയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ജീവിത മാർഗം, നമ്മുടെ അതേപോലെ വരുമാന മാർഗം, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ തീരദേശം ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു തീരദേശ മേഖലയുടെ ഒരു പരിചയ ഒരു പ്രോസക്ഷൻ തന്നെയാണ് നമ്മളുടെ ഈ ഒരു ഫിഷറീസ് സ്കൂൾ. അതിൽ തന്നെ കേരളത്തിൽ 2 ഫിഷറീസ് സ്കൂളുകളുടെ ഏക ജില്ലയാണ് നമ്മളുടെ കോഴിക്കോട് ജില്ല. നമ്മുടെ മക്കളായ പെൺമക്കൾക്ക് നമ്മുടെ കൊയിലാണ്ടി GRPHസും ആൺമക്കൾക്ക് താമസിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്
നമ്മുടെ ബേപ്പൂർ GRPHS ഉണ്ട്. കേരള സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പ് വർഷങ്ങളായി എല്ലാ തരത്തിലുള്ള ഈ പറഞ്ഞ പ്രഖ്യാപനം എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും കൊടുത്ത് നമ്മൾ അത്തരം ഓഫറുകളൊക്കെ നൽകി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന് നമുക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. അതിൽ നമുക്ക് ഒരു ബാച്ചിൽ 40 നമ്മളുടെ സ്ട്രെങ്ത്, അതിൻ്റെ ടോട്ടൽ 120. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത്രയധികം കുട്ടികൾ നമുക്ക് എത്തുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ സ്ട്രെങ്ത് കൂടുമ്പോൾ നമ്മളുടെ ആ വിദ്യാഭ്യാസ നിലവാരം ഈ സ്കൂളിൽ ലഭിക്കുന്ന പരിഗണനകളും പുതിയ പ്രൊജക്റ്റുകളും നമുക്ക് കൂടുതലായിട്ട് ഈ മേഖലയ്ക്ക് കൊണ്ടുവരാൻ കഴിയും. ഓരോ വർഷം കൂടുന്തോറും തീർച്ചയായിട്ടും ഇതിൻ്റെ സാഹചര്യങ്ങൾ, ഇതിൻ്റെ സാധ്യതകളൊക്കെ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ AI ഒക്കെ വരുന്ന കാലഘട്ടം നമുക്കറിയാം. എന്തുതന്നെയാണ് നമ്മൾ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഭക്ഷണം, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വാളിറ്റി പ്രശ്നങ്ങൾക്ക് മനുഷ്യനുള്ളിടത്തോളം കാലം നമുക്ക് ഈ ഫിഷറീസിൻ്റെ ഒരു സെക്ടറിൻ്റെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മളുടെ ഈ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘടനകളെയും എൻ്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്, ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഇന്നത്തെ ലഹരി, നമ്മളുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾ വരെ നമ്മുടെ മനുഷ്യന്മാരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ ലഹരിയുടെ ഉപയോഗം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ തീപ്പെട്ടി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സോപ്പ് വാങ്ങിക്കുകയോ മിഠായി വാങ്ങിക്കുക പോലെ വളരെയധികം അവൈലബിളായി കഴിഞ്ഞാൽ, മറ്റുള്ളവർ അറിയാതെ അവൈലബിളായി കഴിഞ്ഞ സാധനമാണ് ഈ ലഹരി. അതിനെതിരെ നാടും നമ്മുടെ ഗവൺമെൻറ്റും നാട്ടുകാരെല്ലാം നടക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ, പാവപ്പെട്ട കുട്ടികൾ എത്രയും ഒരു വൾണറബിളാണ്. കാരണം വെച്ചാൽ സ്നേഹമോ സന്തോഷമോ കൂട്ടോ കാണിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രിയപ്പെട്ട തൊഴിൽ കൂടുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തെ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. അത്ര അധികമാണ് അദ്ദേഹത്തെ റിസ്ക്കും നമ്മളെ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കേരളത്തിൽ ഈ ഒരു പ്രോഗ്രാം ഏറ്റവും ആദ്യം ഉണ്ടായിട്ടുള്ള പ്രോഗ്രാം, അത്രയും മനോഹര പ്രോഗ്രാം എനിക്ക് എൻ്റെ സർവീസ് വരെ ഞാൻ ഇങ്ങനത്തെ ഒരു സോഷ്യൽ പ്രോഗ്രാം ഇതുവരെ സംഘടിപ്പിച്ചാൽ കാണുന്നുണ്ട്. അതിൻ്റെ പേരിൽ എല്ലാ സംഘടനകളും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. മക്കളോട് പറയാനുള്ളതാണ്, ഇതൊക്കെ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ നിന്ന് വിട്ടു പോകണമെങ്കിൽ ഇതിൻ്റെ സന്ദേശം നിങ്ങളുടെ മനസ്സിൽ വേണം. ഒരിക്കൽ കൂടെ ഇതിൻ്റെ സംഘാടകരെ നമ്മൾ പ്രശംസിച്ചുകൊണ്ട് ബഹുമാനിയായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീമതി രജനി, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീമതി കൃഷ്ണകുമാരി, മറ്റു കൗൺസിലറായിട്ടുള്ള ശ്രീമതി ഗിരിജ ടീച്ചർ, ആയിട്ടുള്ള അനീസ, മറ്റു ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള HM, അതിൻ്റെ വികസന കാര്യ പ്രവർത്തനങ്ങളിൽ മുൻപിട്ട് നിൽക്കുന്ന മറ്റ് സഹപ്രവർത്തകരെ, ഏറ്റവും പ്രിയപ്പെട്ട പ്രദീപ് ബോർഡിനോ, നമ്മുടെ കേരളത്തിലെ സർക്കാരിൻ്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയിൽ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെൻറ് ഫിഷറീസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE ഉൾപ്പെടെയുള്ള സ്കൂളിൻ്റെ ഉണർവ് 2025 എന്ന പേരിൽ നടത്തിയിട്ടുള്ള സ്കൂളിൻ്റെ പ്രവേശനത്തോടനുബന്ധിച്ചുള്ള പ്രചരണത്തിലും അതിലേറെ കാലിക പ്രശസ്തമായിട്ടുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്തിയ വേറിട്ട ഒരു പ്രചരണം ഇപ്പോൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സ്കൂളുകളും എല്ലാം തന്നെ തികച്ചും ബോധവാന്മാരായിക്കൊണ്ട് കാലിക പ്രശസ്തമായിട്ടുള്ള വിഷയം അത് ഇത്രയും കാലം അടുത്ത വീട്ടിലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിലും എത്തി എന്നുള്ള തികഞ്ഞ തിരിച്ചറിവോട് കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തികച്ചും വ്യത്യസ്തമായി തീരദേശ മേഖലകളിൽ ഏറ്റവും സാധ്യതകളുള്ള ലഹരി ഉപയോഗത്തിൻ്റെ ഏറ്റവും സാധ്യതകളുള്ള മേഖലയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മാറാട് പ്രദേശത്തു നിന്നും ആരംഭിച്ച് ഇവിടെ സമാപിച്ചിട്ടുള്ള തികച്ചും വേറിട്ട, ഞാൻ എടുത്തു പറയുന്നത് തികച്ചും വേറിട്ട, സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടായി എന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. അദ്ദേഹത്തിൻ്റെ, അതായത് പ്രദീപ് ഉദിനയുടെ പൂർണ്ണ സഹകരണത്തോടുകൂടി എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രചരണം സംഘടിപ്പിച്ച ഈ സ്കൂളിൻ്റെ അതിൽ ഭാരവാഹികളായിട്ടുള്ള HM മുതൽ വികസന സമിതി അംഗങ്ങൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് ശ്രീ പ്രദീപ് സാർ ഉൾപ്പെടെയുള്ളവരെ ആദ്യമേ തന്നെ ബേപ്പൂർ പോലീസ് സ്റ്റേഷന് വേണ്ടി നമിക്കുകയാണ്, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തികച്ചും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ പണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ അപകടങ്ങൾ അനുഭവിച്ചു വരുന്നവരെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഞങ്ങളെ കൂടെ ചേരാൻ അധ്യാപക സമൂഹവും കൂടെ ഉണ്ടാകേണ്ട അവസ്ഥ വന്നിട്ടാണ് മദ്യപിച്ചിരുന്ന ആ വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതാൻ അനുവദിക്കാതെ മാറ്റി നിർത്തിയ അധ്യാപക സമൂഹം.
സുദീർഘമായ ഒരു പ്രസംഗത്തിനും സാധ്യത ഇപ്പോൾ ഇല്ല എന്നുള്ള തിരിച്ചറിവ് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഇന്ന് നോമ്പ് കാലഘട്ടമാണ്, ഇപ്പോൾ തന്നെ നോമ്പ് തുറക്കാനുള്ള ഇതിലാണ്. ഈ സാഹചര്യത്തിൽ പോലും ഇത്തരമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷത്തിൻ്റെ കാര്യം ഈ അധ്യാപക സമൂഹം ഞങ്ങളെ കൂടെ കൂടി എന്നുള്ളതല്ല, ജനം മൊത്തം ഇന്ന് ലഹരി വിധ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ മുൻപന്തിയിലുണ്ട്. ഇന്ന് ലഹരി അടിച്ച് അക്രമാസക്തനായ ഒരു ചങ്ങാതിയെ ഞങ്ങൾ പിടിക്കാൻ അത്യാവശ്യം ബലപ്രയോഗിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ പൊതുസമൂഹം ഉണ്ട് എന്ന തിരിച്ചറിവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമാണ്. ആ യോദ്ധാക്കളായി നിങ്ങളെല്ലാവരും മാറണം. അല്ല, കുട്ടികളോട് എനിക്കൊന്നും പറയാനില്ല. കുട്ടികളോട് പറയുന്നത് കതിരിൽ വലം വയ്ക്കുന്നതിന് തുല്യമാണ്. രക്ഷാകർത്താക്കളാണ് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതാണ്. നമ്മുടെ DD അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ജാഗരൂകരായിക്കൊണ്ട് പ്രവർത്തിക്കുക. നിങ്ങൾ നമ്മുടെ ഈ ബോധവൽക്കരണം കൊണ്ട് മാത്രം തീരുന്ന പ്രശ്നങ്ങളല്ല, ഇതിനെ അടിമുടി കൃഷ്ണന്മാര് വേണം പറഞ്ഞതുപോലെ നമ്മുടെ അടിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് യോദ്ധാക്കളായി നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണമെന്നും മാത്രം കേരള പോലീസിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ബേപ്പൂർ പോലീസ് സ്റ്റേഷന്റെ അകമഴിഞ്ഞ സഹകരണങ്ങളും പിന്തുണയുണ്ടാകുമെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച എല്ലാവിധ പശ്ചാത്തല സൗകര്യങ്ങളുമുള്ള ഇത്രയും വലിയൊരു വിദ്യാലയത്തിലേക്ക് മക്കളെ ചേർക്കാൻ നിങ്ങൾ ഓരോരുത്തരും സ്വമേധയാ തയ്യാറാവണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാത്രമായിട്ടുള്ള പബ്ലിസിറ്റി നിങ്ങൾ കൊടുക്കണം. ഒരിക്കൽ കൂടി ശ്രീ പ്രദീപിന് നന്ദി അറിയിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത്തരമുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളോടൊപ്പം സഹകരിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇനിയും ഇത്തരമുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻപതിയിൽ നിങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. പ്രിയപ്പെട്ട ഈ ലഹരി വിരുദ്ധ ജാഥയുടെ അധ്യക്ഷ 48ാം ഡിവിഷൻ കൗൺസിലർ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രജനി, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമുക്കൊരു മഹാഭാഗ്യമാണ്. നമ്മളെ ചെയർപേഴ്സണിനെ കിട്ടിയത് കൃഷ്ണകുമാരി എന്ന് പറഞ്ഞാൽ മുൻ മുസ്തഫ, ഗർജായി പ്രേമേട്ടൻ, സലാമ്, വൈദിക, ഈ വൈസ് പ്രസിഡന്റ് നിസാറ്, ഇവരെല്ലാം ഒറ്റക്കെട്ടായി നീങ്ങിയതിൻ്റെ ഒരു സംവിധാനത്തിൽ നിന്നാണ്. ജോലിയുടെ നല്ല സംവിധാനമായി ഈ പരിപാടി നീങ്ങിയപ്പോൾ എൻ്റെ സ്നേഹിതനും എൻ്റെ സുഹൃത്തും കൂടിയായ പ്രദീപുടിന എത്രത്തോളം കണ്ടുകെട്ടാൻ വേണ്ടി ഈ കോലവളപ്പ് കപ്പക്കലിൻ്റെ അതിർത്തിയിൽ വെച്ച് പല ആളുകളും വിളിച്ചു, ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചു. ഡോക്ടർ നോക്കി ആ കണ്ണെല്ലാം കെട്ടിയും കണ്ട് നമ്മൾ ഓവൻ റോഡിൽ കൂടി ഒരു മൂസലുമില്ലാതെ ബേപ്പൂരങ്ങാടിയിൽ വന്ന് ഈ പരിപാടി വിജയിപ്പിച്ച പ്രതിനിധിമാർക്ക് ഞാൻ ഈ SMCക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചെയർമാൻ, കൗൺസിലർമാർ, മറ്റ് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനി ഞാൻ സംസാരിക്കുന്ന ഒരു അധിക പ്രശ്നമായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും 2 വാക്ക് പറയാൻ. പ്രധാനമായിട്ട് കഴിഞ്ഞ നിങ്ങളുടെ ഒരു മേഖലാ കലോത്സവമായിരുന്നു അല്ലേ? ആ കലോത്സവത്തിന് അവിടെ വന്നപ്പോഴാണ് ഞാൻ വളരെ 10-15 കൊല്ലം മുമ്പ് ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ അപേക്ഷിച്ച് പുതിയ പശ്ചാത്തലത്തിൽ വന്നപ്പോൾ വളരെ വിപുലമായ സൗകര്യങ്ങൾ. അപ്പോൾ സംസാരിക്കുന്നതിനടക്കാണ് കുട്ടികൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അന്ന് ഞാനൊരു സൂചന നമ്മുടെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മുസ്തഫയോട് പറഞ്ഞിരുന്നു, ഇതിൻ്റെ എന്തെങ്കിലും ഒരു പ്രചാരണ പരിപാടി. കാരണം ഇത് ആളുകൾ അറിയാത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ തന്നെ അവിടെ വന്നപ്പോഴാണ് ഇത്രയും വിപുലമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം അവിടുത്തെ ഓഡിറ്റോറിയമൊക്കെ വളരെ മനോഹരമാണ്, ക്ലാസ്സുകളാണ്. അപ്പം അന്ന് മുസ്തഫയോട് സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷേ ആ സൂചനയുടെ പിന്നാലെ പിടിച്ചുകൊണ്ട് മുസ്തഫ നിരന്തരമായിട്ട് ബന്ധപ്പെടുകയും എന്തായാലും നമുക്കിത് വിപുലമായിട്ട് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഞങ്ങൾ ഈ പരിപാടിക്ക് അവസാനം രൂപകൽപ്പന നൽകിയത്. അപ്പോൾ ഈ പരിപാടി ഇത്രയും ഗംഭീരമാകുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരും ഒരുപാട് സുഹൃത്തുക്കളും അതുപോലെ തന്നെ ടീച്ചിങ് സ്റ്റാഫും അവിടുത്തെ മുഴുവൻ സ്റ്റാഫും ഒന്നിച്ച് നിൽക്കുകയും അതിനേക്കാൾ ഉപരി കുട്ടികളും കലാപരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച കുട്ടികൾ, അതോടൊപ്പം നമ്മുടെ SMC, PTA, മറ്റ് മുഴുവൻ ആളുകളെയും ഒരാളെ ഞാൻ പ്രത്യേകം വെച്ച് പറയുന്നില്ല. മുസ്തഫേൻ്റെ പിന്നാലെ എന്നെ സ്ക്രൂ ചെയ്യാൻ വന്നതുകൊണ്ടാണ് പ്രത്യേകം മുസ്തഫിനെ പറയാൻ കാര്യം. അപ്പോൾ മറ്റ്
DD-യോടും അതുപോലെ തന്നെ മറ്റ് എല്ലാ ആളുകളോടും, അതിനോടൊപ്പം ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ മാറാട് സ്റ്റേഷൻ, ഇവർ രണ്ടുപേരും വളരെ ഗംഭീരമായിട്ട് നമ്മൾ സഹകരിക്കുന്നുണ്ട്. അതോടൊപ്പം ഒട്ടനവധി പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഒട്ടനവധി മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ നാട്ടിനോടുള്ള ഒരു ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ പ്രവർത്തനം ഏറ്റെടുത്തത്. ഈ പരിപാടിയിൽ എൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ഗോപാലകൃഷ്ണനോട് കൂട്ടുകൂടിയത് അദ്ദേഹത്തിനും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും, അതോടൊപ്പം ഇവിടെ കൂടിയ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ആശംസകളും സന്തോഷവും അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സ്കൂൾ മറ്റ് കായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് കുട്ടികൾ ഇതിലേക്കൊന്നും വഴുകി പോകാതിരിക്കുക. അത്തരം പ്രവർത്തനങ്ങൾ കൂടുതലായി നടത്താൻ സ്കൂളിനും ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ മറ്റ് സംഘടനകൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചില ആശംസകളും ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തതായി ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുന്നത് ഞാൻ ആദ്യം സംസാരിക്കാനെന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളടുത്ത് ഏറ്റവും നല്ല സ്കൂൾ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി പഠിക്കാനുള്ള ഏറ്റവും നല്ല സ്കൂൾ ഈ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. നമ്മൾ കൂടുതൽ ഒരു സ്ഥലങ്ങളിലേക്കൊന്നും പോകണ്ട. നമ്മുടെ കുട്ടികളെല്ലാവരും ആ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. അല്ലാതെ നമുക്ക് ആ സ്കൂൾ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ മത്സ്യമേഖലയിലുള്ള ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടി വരും. പിന്നെ നമ്മൾ ഖേദിക്കേണ്ടി വരും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മുടെ കുട്ടികളെ എല്ലാവരെയും ആ സ്കൂളിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ആ സ്കൂളിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്കും പ്രതിബന്ധിക്കും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. അടുത്തതായി സലാം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശിവാരിക്കണം അതുപോലെ നമ്മുടെ പരിപാടി ജനങ്ങളിലേക്ക് എത്തിച്ച് ഞാൻ വിജയമാക്കിയ നമ്മുടെ പ്രതിപിടിതം. ഈ പ്രതിപിടിത പരിപാടി വരുമ്പോൾ കുഴപ്പമൊന്നും ഉദ്ഘാടനം കഴിഞ്ഞ് അതിൻ്റെ പാക്കറ്റ് തന്നെ കുറേ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് പ്രദീപ് കണ്ണ് കെട്ടിക്കണം. കറക്റ്റ് നമ്മൾ ബാക്കിലുള്ള ആൾക്കാർ സ്ട്രോങ്ങായിട്ടുള്ള മുമ്പിൽ പോകുന്നത് പ്രദീപിനെ കണ്ണ് കെട്ടി ഞാനാണ് കണ്ണ് കെട്ടിക്കൊടുത്താൽ മൈകപ്പൊടി വഴിച്ചിട്ട് അത് 2 കണ്ണിൽ ഇങ്ങനെ വെച്ചിട്ട് വലിയ 2 കോയിൻ, ആ 2 കോയിന് അതിന് അമർത്തി അതിന് ശേഷം വെള്ള തുവാല കൊടുത്ത് മറ്റേ വെള്ള തുവാല കെട്ടിയിട്ട് അതിൻ്റെ പുറത്ത് ബ്ലാക്ക് തുണിനെ കൊണ്ടൊന്ന് കെട്ടിയിട്ട് പിന്നെ വലിയൊരു കവറും അതിന് പോലെ എന്നിട്ട് നിൽക്കണം വരെ. അത് മാത്രമല്ല അതിൽ ഓരോന്നും ചെയ്യുമ്പോഴും ഡോക്ടർ വന്ന് നമ്മുടെ സബ്സിഡി ഡോക്ടർ ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് വന്ന ആ ഡോക്ടർ ഓരോ കാര്യങ്ങളും പരിശോധിച്ച് കറക്റ്റാക്കിയതിന് ശേഷമാണ് പ്രദീപ് ഇതിനോ മുതിർന്ന് കയറിയത്. അത് ഇവിടെ വരെ ഏറ്റവും സത്യത്തിൽ ബാക്കിൽ നമുക്കൊരു ഭയങ്കര രക്ഷയും നമ്മൾ വരെ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ വെട്ടുന്നത് ഇങ്ങനെ വേണ്ടു. പക്ഷേ കണ്ണ് തെറ്റ് പ്രദീപ് കറക്റ്റ് അമ്പും വെട്ടും ഒക്കെ പരിചയമുള്ള മഴയിലെ വന്നു. ഏറ്റവും ഭയങ്കര ഒരു രസമുള്ള പരിപാടിയാണ് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി കാഴ്ചവെച്ച പരിപാടി. അതേപോലെ ചെറിയ സ്കൂളിൻ്റെ കുട്ടികളെ ചേർക്കാൻ വേണ്ടി നല്ല സ്കൂളാണ്. നമ്മൾക്ക് അവിടെ മീറ്റിങ്ങിന് പോകുമ്പോൾ നല്ല ഹാള്, പിന്നെ ക്ലാസ് റൂം, ബാത്റൂം, ഇതെല്ലാം കുട്ടികളങ്ങോട്ട് വരും. അത് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് DD-യോടൊക്കെ. ഇവിടെ ബിസിനസ് മേഖല നമ്മൾ ടീച്ചർ നമ്മൾക്ക് കുറേ ഇറങ്ങിയിട്ടുണ്ട്. കുരുമുടിക്കോടെ നാളൊക്കെ പറമ്പിലൊക്കെ ടീച്ചർ ഞാൻ കുറേ കുട്ടികൾക്ക് അറിയില്ലേ. അപ്പോൾ എന്താ സംഭവിച്ചത്, ബിസിനസ് നീലക്കാല ബുക്കുള്ള ആളുകൾ മാത്രമല്ല നമ്മൾ അനുബന്ധ തൊഴിലാളികൾക്കും ഇതൊരു അവസരം കൊടുക്കണം. എന്നാലും കുട്ടികൾ 50-75 എല്ലാം 100-ൽ പുറത്താവും. അതിനുള്ള അവസരം കൂടി DD നടത്തിയിട്ട് അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് തീർക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷ മേഡം, ഉദ്ഘാടക മേഡം, ഡെപ്യൂട്ടി ഡയറക്ടർ ടീച്ചർ, സ്കൂളിൻ്റെ ടീച്ചർ, സ്കൂൾ വികസന സമിതി ചെയർമാൻ മുസ്തഫ, വികസന സമിതി അംഗങ്ങളെ, PTA അംഗങ്ങളെ, അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥികളെ, നല്ലവരായ നാട്ടുകാരെ, നമ്മൾ ഈ സ്കൂൾ തുടങ്ങിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സജീവ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടി സമ്പൂർണ്ണ സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം. 2018-19 കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂൾ മികവിൻ്റെ കേന്ദ്രമായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും
എല്ലാം സൗജന്യമായിട്ട് ഈ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന കാര്യം നല്ലവരായ നാട്ടുകാരായ നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് അയക്കുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നീട് ഇവിടെ പഠിച്ചതിന് ശേഷം വീണ്ടും വിദ്യാപീഠം പദ്ധതിയിലൂടെ നിങ്ങളുടെ കുട്ടികൾക്ക് ഡോക്ടറാകണോ, എഞ്ചിനീയർ ആകണോ, അതിനുള്ള കോച്ചിങ്ങിന് പോകണോ, ഇതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഫിഷറീസ് വകുപ്പ് വ്യക്തമായിട്ട് അറേഞ്ച് ചെയ്തു. കേരളത്തിലെ തന്നെ ഏറ്റവും മുൻപന്തിയിലുള്ള എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകൾ, ബാങ്ക് കോച്ചിങ് സെൻ്ററുകൾ എന്നിവയിലുള്ള സൗജന്യമായിട്ടുള്ള ട്യൂഷനും അതിനനുസരിച്ചുള്ള ഫീസ് എല്ലാം സർക്കാർ വഹിക്കുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ നല്ലവരായ നിങ്ങൾ അത് മനസ്സിലാക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ സ്കൂളിലോട്ട് അയക്കുകയും ഇവിടെയുള്ള നല്ല അധ്യാപകരുണ്ട്, നല്ല അന്തരീക്ഷമുണ്ട്, കുട്ടികൾ നല്ല രീതിയിൽ വളർന്ന് നല്ല രീതിയിൽ അവർ ലഹരിക്കെതിരെ ആ കണ്ണി തന്നെ അവർക്ക് മുറിച്ചു കളയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അവർ ഇപ്പോൾ നമ്മൾ ലഹരിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രതിഭയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു അവയർനെസ് ക്യാമ്പയിന് നടത്തി തന്നിട്ടുണ്ട് നമുക്ക്. അപ്പം നമ്മൾ ഓരോരുത്തരും, കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക, നിങ്ങൾ ലഹരി ഉപയോഗിക്കില്ല, ആ കണ്ണികൾ എവിടെയുണ്ടെങ്കിലും അത് മുറിച്ചു കളയുമെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ഈ ലഹരിക്കെതിരെ പോരാടുന്ന ഈ സ്കൂളിനെ മാതൃകയാക്കാനായിട്ട് മാതാപിതാക്കൾക്കും സാധിക്കുന്നതാണ്. അങ്ങനെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. അടുത്തതായിട്ട് വിദ്യാർത്ഥികളും അതുപോലെ കൃഷ്ണകുമാരി മാഡം ഇവിടെ കൂടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ മജീഷ്യൻ പ്രദീപ് സാർ, പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കറിയാം നമ്മൾ ഏത് കാലത്താണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും ടി വി തുറന്നാൽ കാണപ്പെടുന്ന ഒരു കാര്യം ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതത്തിൽ ഓരോ കുടുംബത്തിലും നടക്കുന്ന അക്രമങ്ങളെയാണ്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അഡ്മിഷൻ ക്യാമ്പയിനാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ടീച്ചേഴ്സ്, അവരുടെ കൂടെ കുട്ടികളെ നമുക്കറിയാം 3 ഡിവിഷനാണ് അവിടെ ഉള്ളത്. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്. 120 കുട്ടികൾ പഠിക്കുന്ന ഒരു DRSTHസിൽ നമുക്കുള്ള അഡ്മിഷൻ കുറവാണ്. അപ്പോൾ അവിടെ നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും പൂർണ്ണമായിട്ട് ടീച്ചർമാർ കൂടെ ഇരുന്ന് ഒരു കുട്ടിക്ക് ഒരു ട്യൂഷൻ എടുക്കുന്നത് പോലെ പഠിപ്പിക്കുന്ന, അപ്പോൾ ഏത് സമയത്തും അവരുടെ എല്ലാ ആക്ടിവിറ്റികളും ആ ടീച്ചർമാരുടെ കണ്ണിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായി ഈ പറയുന്ന ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളെല്ലാം, നമ്മുടെ കുട്ടികളെ ഓരോരുത്തരെയും പ്രത്യേകം ശ്രദ്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം കൂടെയാണ്. നമ്മൾ ധൈര്യമായിട്ട് നമ്മുടെ കുട്ടികളെ അവിടെ ചേർക്കാനായിട്ട് ശ്രമിക്കണം. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ പ്രോഗ്രാം സമയത്ത് ഈ ജനങ്ങളിലേക്ക് ഈ സംഭവം സംവിധാനം എത്തിച്ചത് FPOയുടെ നേതൃത്വത്തിലുള്ള സാഗരമിത്രയുടെ നമ്മളെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അവരെ പ്രത്യേകമായിട്ട് സ്കൂൾ വികസനത്തിൻ്റെയും PTAയുടെ ഒരു അഭിനന്ദനം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നന്ദി പറയാനായിട്ട് ഏറ്റവും ആദരണീയായ അധ്യക്ഷ ശ്രീ രജനിയോട് ലഹരിക്കെതിരെ സ്കൂളിൻ്റെ അഡ്മിഷനിലേക്കുള്ള ബോധവൽക്കരണ ഈ പ്രോഗ്രാമിന് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. വളരെ സന്തോഷത്തോടെ പറയാം, ഈ ഒരു പ്രോഗ്രാമിൽ വളരെ മനസ്സിലാക്കി നിൽക്കാൻ വളരെ നന്നായിട്ട് ഈ പ്രോഗ്രാമാണ്. അപ്പം ഇതിലെ ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് നന്ദി പറയാനുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ആദ്യമായി തന്നെ മാജിക്കിലൂടെ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള മാജിക് പ്രോഗ്രാമിലൂടെ ബോധവൽക്കരണം നടത്തുകയും ഇതിൻ്റെ ബേപ്പൂരിൻ്റെ യശസ് നല്ല രീതിയിൽ ഉയർത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ SLC ചേർന്ന മുസ്തഫ പറഞ്ഞ പോലെ സ്കൂളിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് സ്കൂളിനെ സമീപിക്കുകയും സ്കൂളിന് വേണ്ടിയിട്ട് ബോധവൽക്കരണം കൂടി ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ സ്കൂൾ സമീപിക്കുകയല്ല ചെയ്തത്, സ്കൂളിനെ സമീപിക്കുകയാണ് പുള്ളി ചെയ്തത്. അതുപോലെ തന്നെ യാതൊരു പ്രതിഫലവും ഇല്ലാതാണ് നമുക്കിന്ന് മജീഷ്യനിലൂടെ എത്തിയിരിക്കുന്നത്. അപ്പം ഈ ഒരു അവസരത്തിൽ ഇത്രയും സാധ്യമായ വലിയൊരു പ്രോഗ്രാം നമുക്ക് നടത്തിയ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രദീപ് ഗുഡ്ലു സാറിന് ഏറ്റവും വലിയ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന കൃഷ്ണകുമാരിയുമായിട്ട് ഞാനിവിടെ നിന്ന് പ്രസംഗം കേൾക്കുകയായിരുന്നു. ഫിഷറീസ് മേഖലയുടെ പഠനത്തെക്കുറിച്ചും ഫിഷറീസിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടും വളരെ ഭംഗിയായിട്ട് മാഡം സംസാരിച്ചു.
ഇത് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മത്സ്യമേഖലയിലുള്ള കുട്ടികൾ പഠിച്ചു വരിക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാ വിദ്യാർത്ഥികളെ, എല്ലാ സമൂഹത്തിലുള്ളവർക്കും മത്സ്യമേഖലയിലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ മത്സ്യമേഖലയിലുള്ള കുട്ടികൾ പഠിച്ച് മത്സ്യമേഖലയിൽ ഗവേഷണം നടത്തുകയും അതിൻ്റെ മത്സ്യസമ്പത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ സാധ്യത ഇന്ന് ഉയർന്നുകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ മത്സ്യസമ്പത്ത് വളരെ വലിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മേഖല വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, പക്ഷേ ഈ മത്സ്യമേഖല കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് നമ്മുടെ കുട്ടികൾ ഈ സ്കൂളിലേക്ക് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും വളരെ നല്ല രീതിയിൽ ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തിയ നമ്മുടെ നഗരാസൂത്രണ ചെയർപേഴ്സൺ ശ്രീ കൃഷ്ണകുമാരി മാഡത്തിന് സ്കൂളിൻ്റെ പേരിലും PTA പേരിലും വലിയൊരു നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സ്കൂളിൻ്റെ എനിക്ക് തോന്നുന്ന ടീച്ചേഴ്സ് വരുന്ന അതേ എനർജിയിൽ വരികയും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നും ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് SMC ചെയർമാൻ നമുക്ക് സ്വാഗതം അർപ്പിച്ച മുസ്തഫ. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മുടെ രജീഷിനോട് ചേർന്ന് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുകയും വളരെ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്ത് ഇത് ഇത്രയും വലിയൊരു വിജയമാക്കിയതിൻ്റെ പിന്നിൽ മുസ്തഫയുണ്ട്, അതുപോലെ തന്നെ SMC ഉണ്ട്. അപ്പം ഇന്നത്തെ ഈ പ്രോഗ്രാം ഇത്രയധികം വിജയമാക്കുകയും ഇത്രയും വലിയൊരു പബ്ലിസിറ്റിയെക്കുറിച്ച് ഇത്രയും സുന്ദരമായ ഒരു പ്രോഗ്രാം ആക്കി തീർത്ത മുസ്തഫയ്ക്ക് സ്കൂളിൻ്റെ പേരിൽ വലിയൊരു നന്ദി അർപ്പിക്കുന്നു. വാർഡ് കൗൺസിൽ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഈ സമാപന സംഘ പ്രോഗ്രാമിന് അധ്യക്ഷ വഹിച്ച ശ്രീമതി രജനി മാഡം 48ാമത്തെ വാർഡ് കൗൺസിലറാണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു അധ്യക്ഷ പ്രസംഗം നമ്മളെല്ലാവരുടെയും ഈ പ്രോഗ്രാമിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ആശംസകൾ അർപ്പിച്ച രജനി മാഡത്തിന് സ്കൂളിൻ്റെ പേരിലുള്ള മുഖ്യാതിഥിയായിട്ട് നമുക്ക് എത്തിക്കുന്നത് DD അനീഷ് സാറാണ്. അനീഷ് സാർ വളരെ ചുരുക്കി വളരെ കൃത്യമായിട്ട് ഈ മേഖലയിലെ ആവശ്യകതയും ഈ സ്കൂളിനെ കുറിച്ച് വളരെ നല്ലൊരു അവബോധം നമുക്കിടയിൽ ഉണ്ടാക്കി. ഇപ്പം നല്ലൊരു ആശംസ അർപ്പിച്ച അനീഷ് സാറിന് നന്ദിയാണ്. അതുപോലെ SMC അംഗമായ KP സേവിക എന്ത് പ്രോഗ്രാമിനും ഏത് പ്രോഗ്രാമിനും സ്കൂളിൻ്റെ കൂടെയും സ്കൂളിന് വേണ്ടിയിട്ട് എല്ലാവിധ എന്ത് പ്രോഗ്രാമിനും നമുക്ക് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഹുസൈനിക്കും നന്ദി അർപ്പിക്കും. അതുപോലെ നമുക്ക് ആശംസ അർപ്പിച്ച കരിച്ചാലി പ്രേമൻ സാർ ഉണ്ട്. അപ്പം ഏത് പ്രോഗ്രാം ഇതുപോലെ മുസ്തഫയുടെ കൂടെ നമ്മുടെ പ്രോഗ്രാമുകൾക്കെല്ലാം തന്നെ നമ്മുടെ കൂടെ നിന്ന് സ്കൂളിൻ്റെ ഒരു അംഗം പോലെ പ്രവർത്തിക്കുന്ന കരിച്ചാലി പ്രേമൻ സാറിന് നന്ദി അർപ്പിക്കുന്നു. നമുക്ക് ആശംസ അർപ്പിച്ച SI സുജിത് കുമാർ സാർ പ്രോഗ്രാമിന് ആദ്യം മുതൽ പറഞ്ഞ പോലെ മാറാതെ നിന്ന് ഇവിടം വരെ എത്തുന്നതിനുള്ള എല്ലാവിധ സുരക്ഷ ഒരുക്കുകയും എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് സുജിത് സാറിന് നന്ദി അർപ്പിക്കുന്നു. കൂടാതെ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ ഇതെല്ലാം പ്രോഗ്രാമുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും വലിയൊരു നന്ദി അർപ്പിക്കുന്നു. സ്കൂളിൻ്റെ അംഗമാണെങ്കിലും VHSCയുടെ ഭാഗത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. എന്നിരുന്നാലും ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ പ്രോഗ്രാം വളരെ ഭംഗിയാക്കി ചെയ്യാനായിട്ട് നമ്മുടെ സ്കൂളിലെ സ്റ്റാഫ് ഓരോരുത്തരും വളരെ കൃത്യമായിട്ട് പങ്കെടുക്കുകയും നിങ്ങൾക്ക് ഈ കാണാം ഇവിടുത്തുള്ള പ്ലക്കാർഡുകളാണെങ്കിലും മൈമാണെങ്കിലും എല്ലാം. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത എമിന ടീച്ചർ എമിന ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി ജോസ് സാർ, നമ്മുടെ ടീച്ചേഴ്സോടൊക്കെ കൊണ്ട് ഈ ടീച്ചേഴ്സിന് എല്ലാവർക്കും ഓരോരുത്തരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അതുപോലെ നമ്മുടെ കുട്ടികൾക്കും വലിയൊരു നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമുകൾക്ക് സ്കൂളിൻ്റെ SMC പോലെ തന്നെ വളരെ പ്രിയപ്പെട്ട നമ്മുടെ PTA പ്രസിഡന്റ് സ്വപ്ന മാഡം ഉണ്ട്. അപ്പോൾ സ്വപ്ന മാഡത്തിനും വലിയൊരു നന്ദി അർപ്പിക്കുന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്കൂളിൻ്റെ ഇൻചാർജായിട്ടുള്ള ഡോക്ടർ വിജില മാഡം നമ്മുടെ സ്കൂളിൻ്റെ ആശംസകളൊക്കെ കേൾക്കുന്നു. വിജില മാഡത്തിനും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർ ഗിരിജ ടീച്ചർ, എനിക്ക് തോന്നുന്നു ആദ്യ ദിവസം മുതൽ തന്നെ ഈ അതായത് സ്കൂളിൻ്റെ ഈ വർഷത്തെ അധ്യയന വർഷത്തെ ആദ്യ ദിവസം മുതൽ നമുക്കുള്ള പ്രോഗ്രാമിന് ടീച്ചർ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കാറുണ്ട്. ആ ഗിരിജ ടീച്ചറിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച സലാം ചേട്ടൻ, കരിച്ചാലി പ്രേമൻ സാറ്, അതുപോലെ തന്നെ അനൗൺസിങ്ങിന് വന്ന ജോണി, അതുപോലെ തന്നെ വണ്ടിയുടെ എല്ലാവിധ സർജറി നമ്മൾ നടത്തിയ വണ്ടിയുടെ ആൾക്കാർ, അനൗൺസ്മെൻറ്റ് ടീം, മാധ്യമപ്രവർത്തകർ, പിന്നെ PTA അംഗങ്ങളെ എല്ലാവർക്കും, അതായത് ഈ ഒരു വലിയ പ്രോഗ്രാം ഇത്രയും വലിയൊരു പ്രോഗ്രാമാക്കി മാറ്റിയ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തിലെ അംഗങ്ങളെ, നാട്ടുകാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയൊരു നന്ദി അർപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങൾ, ഇതിൻ്റെ ഏറ്റവും പ്രധാന ആൾക്കാരുമായ പ്രിയ വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഈ സമയത്ത് ഈ ഒന്നാമത്തെ നോമ്പ് സമയം എല്ലാവർക്കും വലിയൊരു നന്ദി അർപ്പിച്ചുകൊണ്ട് നന്ദി.
അപ്പോൾ ആ വിപുലമായ ക്യാമ്പയിനിൽ ഈ സ്കൂളിൻ്റെ 8, 9, 10 ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷനും അതോടൊപ്പം ഇന്ന് വിദ്യാർത്ഥി മേഖലകളിൽ അടക്കം പല രീതിയിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി മാഫിയക്കെതിരെയുള്ള ബോധവൽക്കരണവും എന്നുള്ള പ്രോഗ്രാമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ പരിപാടി ഓർഗനൈസ് ചെയ്തത്. വളരെ ഗംഭീരമായ ജനപ്രാതിനിധ്യവും അതുപോലെ തന്നെ കുട്ടികളും നാട്ടുകാരുമെല്ലാം വലിയ രീതിയിൽ സഹകരിക്കുകയും കുട്ടികളുടെ കലാപരിപാടി ഉൾപ്പെടെ വിവിധ പരിപാടികളും എല്ലാമായിക്കൊണ്ട് ഈ ക്യാമ്പയിൻ തീരദേശത്തെ മുഴുവൻ ആളുകളുടെയും കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കണ്ണുകെട്ടി യാത്രയും ആയിക്കൊണ്ട് അതിഗംഭീരമായി നടത്താൻ സാധിച്ചു. അപ്പോൾ ഈ ഘട്ടത്തിൽ എനിക്ക് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ മത്സ്യമേഖലയിലെ സുഹൃത്തുക്കൾ അവരുടെ കുട്ടികൾക്ക് സർക്കാരും ഡിപ്പാർട്ട്മെൻറ്റും ഒരുക്കുന്ന ഈ സൗകര്യം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു.